നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും T3 വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ബ്രോഡ്വേയിലുള്ള മേത്തർ ബസാറിന്റെ മുമ്പിലാണ്. യേശു ജനിച്ചത് അങ്ങ് ബേത്ലഹേമിലാണെങ്കിലും അതിന്റെ ആഘോഷം മുഴുവൻ കൊച്ചിയിലെ മേത്തർ ബസാറിലാണോ എന്ന് പലപ്പോഴും എനിക്ക് സംശയം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ അടിപൊളി കാഴ്ചകളാണ് മേത്തർ ബസാറിലെ ക്രിസ്മസ് കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇതാണ് മേത്തർ ബസാറിന്റെ കവാടം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഇടനാഴി മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്, അല്ലേ? ഇത് ഞാൻ മേത്തർ ബസാറിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി പറയുന്ന ഒരു ഇൻട്രോ ആണ് കേട്ടോ. കാരണം മേത്തർ ബസാറിനെ കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം അറിയാം ഇതിനുള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഈ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. മേത്തർ ബസാറിൽ ക്രിസ്മസ് സാധനങ്ങൾ വാങ്ങാനും അതുപോലെ കാഴ്ചകൾ കാണാനും എത്തുന്നവരുടെ തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു മാസം മുമ്പ് തന്നെ ഇവിടെ ക്രിസ്മസ് കച്ചവടം പൊടി പൊടിക്കും. ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത ക്രിസ്മസ് അലങ്കാരങ്ങൾ കൊണ്ട് ഇവിടെ മുഴുവൻ നിറയും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റു പല കച്ചവടങ്ങളുമായിട്ട് ഇവിടെ ഇരിക്കുന്നവർ പോലും ക്രിസ്മസ് സമയത്ത് ആ കച്ചവടമെല്ലാം മാറ്റിവെച്ച് ക്രിസ്മസ് സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വയ്ക്കും. അത് കേരളത്തിൽ വേറെ ഒരു സ്ഥലത്തും കാണാത്ത ഒരു കാര്യമാണ്. ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ, മാനസിക സംഘർഷങ്ങൾക്കിടയിൽ ഈ ഡിസംബർ മാസത്തിൽ ഇവിടെയൊന്ന് വന്നു പോകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഈ വർണ്ണാഭമായ കാഴ്ചകൾ കണ്ട് നിങ്ങളുടെ മനസ്സൊന്ന് കുളിർക്കും. ക്രിസ്മസുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങളും ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറഞ്ഞ റേറ്റ് മുതൽ കൂടിയ റേറ്റിൽ വരെയുള്ള സാധനങ്ങൾ ഇവിടെ വാങ്ങാൻ സാധിക്കും. ബാർഗെയിനിങ്ങും ചെയ്യാം കേട്ടോ. പുതിയ ട്രെൻഡുകൾ, പുതിയ മോഡലിലുള്ള ക്രിസ്മസ് ട്രീ, അതുപോലെ സ്റ്റാറുകൾ, ക്രിസ്മസ് അലങ്കാര വസ്തുക്കൾ, ഇവയൊക്കെ കേരളത്തിൽ ആദ്യം വരുന്നത് ഇവിടെയായിരിക്കും. ഹോൾസെയിൽ കടകളും റീറ്റെയിൽ കടകളും ധാരാളം ഇവിടെയുണ്ട്. ഇവിടെ നിന്നാണ് മറ്റു പല ജില്ലകളിലേക്കും സാധനങ്ങൾ ക്രിസ്മസിന് കൊണ്ടുപോകുന്നത്. ഇനി സാധനങ്ങൾ ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ പോലും ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് കറങ്ങി നടക്കാൻ തന്നെ ഒരു രസമാണ്. നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം, നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല. അമ്മാതിരി തിരക്കാണിവിടെ. അതുപോലെ പറയാൻ ഒരു കാര്യം വിട്ടു, മേത്തർ ബസാർ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ. എറണാകുളം മേനകയുടെ തൊട്ടടുത്താണ് മേത്തർ ബസാർ. അതായത് മറൈൻ ഡ്രൈവിന്റെ നേരെ ഓപ്പോസിറ്റ് ബ്രോഡ്വേയിലാണ് മേത്തർ ബസാർ സ്ഥിതി ചെയ്യുന്നത്. എന്തെല്ലാം കാഴ്ചകളാണിവിടെ! വ്യത്യസ്തങ്ങളായ ലൈറ്റുകൾ, സ്റ്റാറുകൾ, അലങ്കാര വസ്തുക്കൾ, ക്രിസ്മസ് ട്രീകൾ, അങ്ങനെ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്നവർക്കും അതുപോലെ പുൽക്കൂടുണ്ടാക്കുന്നവർക്കും ഡെക്കറേഷൻ ചെയ്യുന്നവർക്കുമൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള സാധനങ്ങളാണ് ഇവിടെ നിന്നും വാങ്ങാൻ കിട്ടുക. നമ്മുടെ കണ്ണിനും മനസ്സിനും മനോഹരമായ കാഴ്ചകൾ നൽകുവാൻ നേരെ ഇങ്ങ് പോന്നാൽ മതി. ഇതുപോലൊരു കാഴ്ച കേരളത്തിൽ ഒരു സ്ഥലത്തും കാണില്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇവിടെ നിന്ന് ഒന്നും വാങ്ങിയില്ലെങ്കിൽ കൂടെ ഒരു ഷോപ്പിംഗ് മാളിലും പോയാലും കിട്ടാത്ത വൈബാണ് ഇവിടെ ഒന്ന് കറങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത്. കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള ഒരുപാട് പേര് ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നുണ്ട്. ക്രിസ്മസ് കളറാക്കാൻ എല്ലാവരും ഇവിടെ ഒത്തുകൂടുന്നു. ഇവിടെ ജാതിയും മതവും വർണ്ണവിവേചനവും ഒന്നുമില്ല. എല്ലാവരും ഒരേപോലെ ആഘോഷത്തിമിർപ്പിലാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ ആർക്കാണ് മനസ്സിനൊരു കുളിർമ തോന്നാത്തത്, അല്ലേ? ക്രിസ്മസിനുള്ള പ്രത്യേകതയും അതാണ്. അതായത് നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു പ്രത്യേക ഒരു വൈബാണ് ഈ ഡിസംബർ മാസം മുഴുവൻ. എവിടെ നോക്കിയാലും അലങ്കാരങ്ങൾ, ലൈറ്റുകൾ, സ്റ്റാറുകൾ, ഒരു പ്രത്യേക വൈബ്. ഇവിടുത്തെ മേത്തർ ബസാറിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റാറുകളുടെ കാഴ്ചയാണ്.
അതായത് ഈ പരമ്പരാഗതമായിട്ടുള്ള 5 കാലുള്ള സ്റ്റാറുകളുണ്ടല്ലോ, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഒരുപാട് കാലുകളുള്ള സ്റ്റാറുകളെക്കാളും കൂടുതൽ കാണാൻ ഭംഗി എൻ്റെ അഭിപ്രായത്തിൽ ഈ 5 കാലുള്ള സ്റ്റാറുകളാണ്. അതുപോലെ തന്നെ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഓരോ ഷോപ്പിൻ്റെ വാതിൽക്കലിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ട്രീയിലിടുന്ന ഒരുപാട് ലൈറ്റുകൾ, വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റുകൾ ഇത്തവണ വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള ബൾബ് മാലകൾ, എന്താ പറയുക, നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും ഏതെടുക്കണം എന്നുള്ള രീതിയിലുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഓരോരുത്തർക്കും വരും. ട്രീയിലിടുന്ന ഒരുപാട് അലങ്കാര വസ്തുക്കൾ, വെറൈറ്റി ആയിട്ടുള്ള അലങ്കാര വസ്തുക്കളും ഓരോ കടയിലും ചെന്ന് കഴിയുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. ക്രിസ്മസിൻ്റെ സീസൺ അടുക്കുംതോറും തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ബാർഗെയിൻ ചെയ്ത് സാധനങ്ങൾ വാങ്ങാം എന്നുള്ളതാണ് പ്രത്യേകത. സാന്റാക്ലോസിൻ്റെ മുഖംമൂടികൾ, പല ടൈപ്പിലുള്ള മുഖംമൂടികൾ നമുക്ക് കാണാം. അതുപോലെ കരോൾ സംഘങ്ങൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സുകൾ, പാവകൾ, മുഖംമൂടികൾ, അങ്ങനെ A to Z എല്ലാ സാധനങ്ങളും മേത്തർ ബസാറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ സാധിക്കും. പിന്നെ ഈ ക്രിസ്മസിൻ്റെ ഈ പുതിയ ഈ ക്രിസ്റ്റൽ കൊണ്ടുള്ള ഈ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അത് രാത്രിയിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, അടിപൊളിയാണ്. ഷോപ്പുകളുടെ മുന്നിലൂടെ നടക്കുമ്പോൾ നിറങ്ങളുടെ ഒരു ഓഷൻ പോലെ ചുവപ്പും പൊന്നും നീലയും വെള്ളിയും ഗ്രീൻ മെറ്റാലിക് ഫിനിഷുള്ളത്, വാം യെല്ലോ പേപ്പർ സ്റ്റാർസ്, ട്രെൻഡി പേസ്റ്റൽ ഷെയ്ഡഡ് സ്റ്റാർസ്, ട്രഡീഷണൽ പേപ്പർ സ്റ്റാർസ് ഉണ്ട്, LED ലൈറ്റ് സ്റ്റാർസ് ഉണ്ട്, ഫോൾഡബിൾ ഈസി അസംബിൾഡ് ആയിട്ടുള്ള സ്റ്റാർസ് ഉണ്ട്. അത് ഈ ഫോൾഡബിൾ ആയിട്ടുള്ള സ്റ്റാർസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. ഷോപ്പ് കീപ്പേഴ്സ് ഓരോന്നും എടുത്ത് ലൈറ്റ് ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നതും കസ്റ്റമേഴ്സ് കളർ ആൻഡ് സൈസ് കമ്പയർ ചെയ്യുന്നതുമെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ ബ്രോഡ്വേയിലെ മേത്തർ ബസാറിന്റെ മുഴുവൻ ക്രിസ്മസ് ഷോപ്പിംഗ് വൈബും കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ക്രിസ്മസ് എന്നത് ജസ്റ്റ് ഡെക്കറേഷനുകളും ഗിഫ്റ്റും മാത്രമല്ല, ഒരുമയുടെയും സന്തോഷത്തിന്റെയും ചെറിയ ചെറിയ പ്രിപ്പറേഷനുകളും നിറഞ്ഞ സുവർണ നിമിഷങ്ങളുടെ ഒരു സീസണാണ്. ലൈറ്റ്സ്, സ്റ്റാർസ്, ട്രീസ്, ക്രിബ് സെറ്റ്, ടോയ്സ്, ഫെസ്റ്റീവ് ക്ലോത്ത് എല്ലാം ചേർന്ന ഒരു സന്തോഷം നിറഞ്ഞ ലോകമാണ് ഈ മാർക്കറ്റ്. ഇവിടെ ഷോപ്പിങ്ങിന് വരുന്ന ഓരോ കുടുംബത്തിന്റെ മുഖത്തുമുള്ള ആ എക്സൈറ്റ്മെന്റ്, കുട്ടികളുടെ ചിരി, വെൻഡേഴ്സിന്റെ എനർജി എല്ലാം കൂടി ക്രിസ്മസിനെ സ്പെഷ്യലാക്കുന്നു.
അതുപോലെ ഈ സ്റ്റാറുകൾ കണ്ടോ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ്. ശരിക്കും ഇത് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഇത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതല്ല, പ്ലാസ്റ്റിക്കുമല്ല, വേറൊരു മെറ്റീരിയലാണ്. ഇത് നമുക്ക് മഴയത്തിട്ട് കഴിഞ്ഞാൽ മഴ നനഞ്ഞ് സ്റ്റാർ പോകും എന്നുള്ള പ്രശ്നമൊന്നുമില്ല. 200 രൂപ മുതലാണ് ഈ സ്റ്റാറുകളുടെ വില. കളേഴ്സൊക്കെ നന്നായിട്ട് എടുത്തു കാണിക്കും, അതാണ് എൻ്റെ പ്രത്യേകത. പേപ്പർ സ്റ്റാറിനേക്കാളും കളേഴ്സ് നല്ല രീതിയിൽ എടുത്തു കാണിക്കുന്ന ടൈപ്പ് സ്റ്റാറുകളാണിത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇന്നത്തെ ഈ ക്രിസ്മസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും T3 വേൾഡ് ചാനലിന്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ.